ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാട്. നമ്മളിന്ന് കോഴികൾക്ക് കുറച്ച് കോഴികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ കഠിന ചൂടാണല്ലോ. ആ ചൂട് കാരണം ചില ആളുകൾക്ക് തൂക്കം, ചില ആളുകൾക്ക് ശ്വാസം തിങ്ങൽ, കഫക്കെട്ട് ഇങ്ങനെ കുടഞ്ഞിക്കൊണ്ടേയിരിക്കുക. ഏത് സമയത്തും അതിൻ്റെ തൊള്ളിയിൽ ആകെ മനുഷ്യർക്ക് തണുപ്പുള്ള സമയത്ത് ആണ് അധികം കൂടുതലും കഫക്കെട്ടുകളും ജലദോഷം കൂടുതൽ വരിക. അപ്പം ജലദോഷമാണ് ജലദോഷമാണ്. അപ്പോൾ ഏകദേശമൊക്കെ അതിന് മരുന്ന് കൊടുത്തിട്ട് കുറേയൊക്കെ സമാധാനം ആയിട്ടുണ്ട്. അപ്പോൾ നാടൻ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മരുന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ കുറേ ആളുകൾക്ക് ചെറുങ്ങനെ തൂക്കം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് മാറി വെക്കുമ്പോൾ വേറൊന്ന് വരിക. അപ്പം ഇനിയിപ്പോൾ വെള്ളക്കാഷ്ണം തൂറൽ വരിക. തൂറൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും രക്ഷപ്പെടലില്ല. അപ്പോൾ അത് ചെറുങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഒരു നാടൻ ഒരു 16-17 കൂട്ട് മരുന്ന് കൊണ്ടുള്ള ഒരു കഷായം അല്ലെങ്കിൽ ഒരു അരിഷ്ടം തയ്യാറാക്കലാണ്. കഷായമല്ല, അരിഷ്ടമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനുള്ള സാമഗ്രികളാണ് മരുന്നുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ഒന്ന് പുതിനയാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് കരിഞ്ജീരകമാണ്, അതിനാവശ്യമുള്ള സാധനമാണ് കരിഞ്ജീരകം. ഇത് ഇഞ്ചി, പച്ചയിഞ്ചി, കുരുമുളക്, ഇത് ചുക്കിൻ്റെ പൊടി, ചെറിയ ഉള്ളി, പിന്നെ ഇത് കൽക്കണ്ടം. ഇതൊക്കെ ഇപ്പോൾ മരുന്നാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. കരിഞ്ജീരകമൊക്കെ ഏറ്റവും നല്ല ഔഷധമാണ്. ഇഞ്ചി ആയാലും പച്ചക്കുരുമുളകായാലും മഞ്ഞൾ, പിന്നെ ഒരു ജാതിക്ക ആവശ്യമുണ്ട്. ഇത് നമുക്ക് കഞ്ഞിക്കുറുക്കലാണ്, പനിക്കുറുക്കളാണ്. ലേശം വെയിലുണ്ട്, ഇപ്പോൾ ലേശം വെള്ളം ഇല്ലാതെ നിൽക്കുകയായിരുന്നു. നമുക്ക് ഛർദ്ദിക്കാറുണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ആവശ്യം വന്നു. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടാണ് ഞാനീ വളമൊക്കെ കൂട്ടി കൊടുത്ത് പല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പനിക്കുറുക്കൾ, ഇത് ആറലോടകമാണ്. ഇത് നമ്മളെ പേരക്കൻ്റെ ഇലയാണ്. ആറലോടകം കഫക്കെട്ടിനായാലും അത്തരം എല്ലാ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. പച്ചമഞ്ഞളായാലും പനിക്കുറുക്കൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് പേരക്കൻ്റെ ഇലയാണ്. പേരക്കൻ്റെ ഇല ഒരുവിധം ആളുകൾക്കും അറിയാം. നാൽക്കാലികൾക്ക് വയറ്റുന്നോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ ജന്തുക്കൾക്കും വയറ്റുന്നോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കാൻ ഈ പേരക്കൻ്റെ ഇല കൊടുത്താൽ മതി. ഒരു ലേശം ആര്യവേപ്പിൻ്റെ ഇല ജാസ്തി പാടില്ല. പിന്നെ ഇത് നമ്മളെ മുറൂട്ടിൻ്റെ മരുന്നാണ്. മുറൂട്ടിൻ്റെ ഇല അവർക്ക് നല്ലതാണ്. കോഴികൾക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ്. മുറൂട്ടി നമുക്കും മരുന്ന് തന്നെയാണ്. ഇതൊക്കെ മനുഷ്യർക്കും നല്ല ഔഷധമാണ്. പിന്നെ വിരശല്യം അങ്ങനെയുള്ള വയറ്റുന്നോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയാണ് പേരക്കൻ്റെ ഇല അല്ലെങ്കിൽ പപ്പായൻ്റെ ഇല. പിന്നെ നമ്മളെ തുളസിയും ഇതുവരെയൊക്കെ നല്ല നട്ടുണ്ടാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതുവരെ അസുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അസുഖം വന്ന് നോക്കുമ്പോൾ മരം ഉണങ്ങി കിടക്കുക. എന്തായാലും നനകളൊക്കെ തുടങ്ങി ഇപ്പോൾ തെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മരുന്നുകൾ കൂട്ടിയിട്ടുള്ള ഒരു അരിഷ്ടം ഉണ്ടാക്കുന്നൊരു രീതിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഒരു 2 ലിറ്ററോളം 2-2.5 ലിറ്ററോളം വെള്ളത്തിൽ നമുക്കിതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ അതിക്കുള്ള ഇനി 1-2 സാധനം കൂടി ചേർക്കാണ്ട്. ഇതിൽ ശർക്കരച്ച് വേണം. അതൊക്കെ ഞാൻ അടുക്കളയിൽ കിച്ചണിലുണ്ട്. ലേശം പച്ചമല്ലിയാണ് വേണ്ടത്. പച്ചമല്ലി ഇല്ല, അപ്പോൾ അവിടെ മല്ലിപ്പൊടി ഉണ്ട്. പച്ചമല്ലി കൂടുന്നതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യം ലേശം മല്ലിപ്പൊടി തൽക്കാലം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം പാടെ കൂട്ടിയിട്ടുള്ള ഒരു നാടൻ ഒരു അരിഷ്ടം കോഴികൾക്ക്. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിരുന്നു. ഇതങ്ങനെ കൂടുതൽ ആരും ഇത്രയും മരുന്ന് കൂട്ടിയിട്ട് 17ഓളം മരുന്ന് കൂട്ടിയിട്ടുള്ളൊരു മരുന്ന് 1-2 മരുന്ന്, അല്ലെങ്കിൽ കൂടുതലും ഈ പനിക്കുറുക്കൽ, ഇഞ്ചി, മഞ്ഞൾ, തുളസിയില ഇതൊക്കെ ചേർത്തിട്ടാണ് മിക്കവാറും ആൾക്കാരും കാണലുള്ളത്. ഇത് ഞാൻ മുന്നേ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നല്ല ഉഷാറായിരുന്നു. പെട്ടെന്ന് മാറും ചെയ്യും. പേടിക്കൊന്നും വേണ്ട. എല്ലാം നല്ല മരുന്നാണ്. ഇതിൽ വിഷങ്ങളൊന്നുമില്ല. പിന്നെ ആര്യപ്പിൻ്റെ ഇല ഇനിയിപ്പോൾ ഓവർ കഴിപ്പ് വേണ്ട വെച്ചിട്ടാണ് ആര്യപ്പിൻ്റെ ഇല കുറക്കാൻ കാരണം. ആര്യപ്പിൻ്റെ ഇലയും നല്ല ഔഷധമാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട്
ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം. നല്ല മരുന്ന് ഉള്ളിടത്തോളം അങ്ങോട്ട് പോരുള്ളൂ. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അന്ന്. അപ്പോൾ വീഡിയോ കാണുന്നവർ പരമാവധി സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഇത്തരം സാധനങ്ങൾ ഉപയോഗപ്പെടുത്തി കോഴികൾക്ക് നമ്മൾക്ക് എത്ര ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതിന് 1 ലിറ്റർ ആണെങ്കിൽ 2 ലിറ്റർ, നമുക്ക് 1 ലിറ്റർ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ, മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒരു കുപ്പി ഫുള്ള് മരുന്നുണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലം അങ്ങനെ ഇരുന്നോളും. അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ലേശം വിനാഗിരിയും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിപ്പും മധുരം എല്ലാം പാടായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുമായിട്ട് ആണെന്ന് നേരെ വീഡിയോയിലായിട്ട് പോവാം. മുഹമ്മദ് സ്വാഗതമാണ്. നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കട്ട് ചെയ്യലാണ് മെയിനായിട്ട്. കട്ട് ചെയ്യാഞ്ഞാലേ കട്ട് ചെയ്യുക, ഒന്ന് ചെറുങ്ങനെ ഒന്നുകൊണ്ട് അടിച്ചു കൊടുക്കും. അടിച്ച് ഒന്നാണ്ട് റെഡിയാക്കാം. ആറിലോടകാണ് ഇതടിക്കുമ്പോൾ ഇലൻ്റെ കൂടെ കുരുമുളകും കരിഞ്ചീരകവും മഞ്ഞൾ ചീരുള്ളിയൊക്കെ ഒന്നിച്ച് അരക്കണം. ആദ്യം നല്ലോണം അരക്കണം. അല്ല കരിഞ്ചീരകം അരയൂല. അപ്പോൾ കരിഞ്ചീരകം ആദ്യം നല്ലോണം അരച്ചെടുക്കണം. ഇലകളൊക്കെ എന്തായാലും അരിയും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ആറെണ്ണം കഞ്ഞിക്കുറുക്കലെല്ലാം ചേർത്തിട്ടുണ്ട്. എന്താണ് കഞ്ഞിക്കുറുക്കലാണ്, പനിക്കുറുക്കലാണ് ചേർത്ത് കഴിഞ്ഞാൽ അവരെ കഫക്കെട്ട് മറ്റും മൊത്തമൊക്കെ പോവാനേ, പനി അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പനി ഈ ജലക തൂങ്ങലൊക്കെയാണ്. വിരിഞ്ഞിറങ്ങിയ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ചെറുങ്ങനെ ഇതുവരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 4 ദിവസത്തൊന്നും കണ്ട് കുറേ അസുഖങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു പൊടിക്കൈയാണ്. പല ആളുകളും പല രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ കുറേ ദിവസത്തിനെ, ഒരു ദിവസത്തിനല്ല, അത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് കേട് വരാതെ സൂക്ഷിക്കുക. അങ്ങനെ സല്ലാജിയിൽ അവിടെ വെച്ചാൽ മതി. ഫീസറിൽ അവിടെ സല്ലാജിയിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് മാറ്റിയിട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതാക്കണം കേട്ടോ. ഇഞ്ചി ചെറുതാക്കിയാൽ ഇഞ്ചി അരി അല്ലേൻ്റെ സത്തുണ്ട് പോരണമെങ്കിൽ നീരുള്ളിടത്തോളം പനി അടിച്ചെടുക്കാനാണ്. പച്ചമഞ്ഞൾ മണം വെട്ടുക. അരി നല്ല അരിഞ്ഞ് വരുള്ളൂ. നാടൻ പച്ചമഞ്ഞളാണ്. മഞ്ഞൾ തൊടുവിൽ പച്ചം കിടക്കുകയാണ്. പിന്നെ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പച്ചക്കുരുമുളക്. അടുത്തത് ചീരുള്ളി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി. നമ്മളെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. നമ്മളെ കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം ഇപ്പം ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ മൂടിക്കൈ 2 ടീസ്പൂൺ, നല്ല 2 ടീസ്പൂൺ ഉണ്ടാവും. അങ്ങനെ 2 ടീസ്പൂൺ കൂടി അതിലാണ്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടാവശ്യത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വിൽക്കണ്ടേ. ഈ കൽക്കണ്ടം നമ്മൾ അതിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കൽക്കണ്ടം നമുക്ക് എന്ത് ചെയ്യണം, നേരെ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ അടിച്ചെടുക്കുക.
അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് എന്തിനാ നമുക്കൊരു മിക്സാക്കിയിട്ട് അത് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കൊണ്ടൊരു കഷായം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. കോഴികൾക്കായാലും നാക്കാലികൾക്കാണെങ്കിലൊക്കെ ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു മരുന്നാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നാൽ നമ്മൾ മൃഗാശുപത്രി പോയാൽ അവരൊരു ചുവന്ന വെള്ളം തരും, പക്ഷെ അതുകൊണ്ട് വേണ്ടത്ര ഉണ്ട് അവിടെ പിടിക്കണ കാണില്ല. ചിലപ്പം വല്ല മരുന്നിൻ്റെതാവില്ല, നമ്മൾ കുറച്ച് മുന്നേ തന്നെ കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലക്ഷണം കാണുന്ന സമയത്ത് നമ്മൾ ഉടനെ കാണുമ്പോൾ തന്നെ കൊടുക്കണം. അതുകൊണ്ടായിരിക്കാം മരുന്ന് ഇപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റോറിന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുന്ന് ഇപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ട്, എന്നാലും പോരാ. അപ്പോൾ അതിനാണ് അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു ചെറിയൊരു അരിഷ്ടം ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലേക്ക് തുടങ്ങിയത്. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്രയും മരുന്ന് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സ്വയം ഉണ്ടാക്കാൻ നോക്കുക. ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ട് നല്ല ഫലം കണ്ട മരുന്നാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ടുള്ളൊരു മറ്റുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല മുഹമ്മദ് സ്വാഗതമാണ്.